ഇന്ത്യയിലെ സന്നദ്ധ സംഘടനകൾക്കും വ്യക്തികൾക്കും വിദേശത്തു നിന്ന് ലഭിക്കുന്ന ഫണ്ടിങ് നിയന്ത്രിക്കുന്ന നിയമമാണ് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് അഥവാ FCRA ആക്ട് എന്ന് പറയുന്നത്. ദേശീയ സുരക്ഷ ഉറപ്പാക്കുന്നതിനും രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ വിദേശ ശക്തികളുടെ അനാവശ്യ ഇടപെടലുകൾ തടയുന്നതിനുമായിട്ട് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട്, പ്രത്യേകിച്ച് 2020 തുടർന്നുള്ള വർഷങ്ങളിലും ഈ നിയമത്തിൽ കേന്ദ്ര സർക്കാർ വലിയ ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ ദേശീയ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുതിയതായി പുറത്തിറക്കിയ FCRA ഭേദഗതി ചട്ടങ്ങൾ 2026 വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുവാൻ ആവശ്യമായ വളരെ പ്രധാനപ്പെട്ട പുതിയ ഭേദഗതികളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് വിദേശത്ത് നിന്ന് വരുന്ന ഫണ്ടിങ് ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കിക്കൊണ്ട് വലിയ മാറ്റങ്ങളാണ് പുതിയ ഉത്തരവിലൂടെ വന്നിരിക്കുന്നത്. അതിലൊന്ന് മതപരമായ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ അതിർവരമ്പുകൾ എന്നതാണ്. അതായത് ക്രിസ്ത്യൻ, ഹിന്ദു, മുസ്ലിം ഉൾപ്പെടെ രാജ്യത്തെ സകല മതങ്ങളുടെയും പ്രവർത്തനങ്ങൾക്ക്, മതപരമായ പ്രവർത്തനങ്ങൾക്ക് ചില അതിർവരമ്പുകളുണ്ട്. പല NGOകളും മതപരമായ ആവശ്യങ്ങൾക്ക് എന്ന പേരിൽ ഫണ്ട് വാങ്ങിയിട്ട് അകമാറ്റി ചിലവഴിക്കുന്നതായിട്ട് പലപ്പോഴും നമ്മൾ വാർത്തകളിലൂടെയും മറ്റും കേൾക്കാറുണ്ട്. പലപ്പോഴും നിർബന്ധിത മതപരിവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്ന പരാതികളും വ്യാപകമാണ്. പുതിയ ഭേദഗതിയിൽ അനുവദനീയമായ 105 പ്രവർത്തനങ്ങളുടെ ഒരു ലിസ്റ്റ് സർക്കാർ നൽകിയിട്ടുണ്ട്. ആരാധനാലയങ്ങളുടെ നിർമ്മാണം, പുനരുദ്ധാരണം, തീർത്ഥാടകർക്കുള്ള സൗകര്യങ്ങൾ, അന്നദാനം, അതുപോലെ കുടിവെള്ളം തുടങ്ങിയവ, പിന്നെ ഭക്തി സംഗീതം, പ്രാർത്ഥനാ യോഗങ്ങൾ എന്നിവയ്ക്കെല്ലാം വിദേശ പണം ഉപയോഗിക്കാം. എന്നാൽ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾക്കും ഇത്തരത്തിൽ ഫണ്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പുതിയ ചട്ടങ്ങളിൽ വ്യക്തമായും പറയുന്നത്. മറ്റൊന്ന്, യഥാർത്ഥ ദാതാവിനെ വെളിപ്പെടുത്തണം. അതായത് ഇത് പണം നൽകുന്ന ഡോണർ ആരാണ് എന്ന് വെളിപ്പെടുത്തണം എന്ന ഒരു ചട്ടമാണ്. ചില വിദേശ ഏജൻസികൾ നേരിട്ട് പണം നൽകാതെ വിവിധ ഇന്റർമീഡിയറി ഫണ്ടുകൾ വഴിയോ ഡോണർ അഡ്വൈസ്ഡ് ഫണ്ടുകൾ വഴിയോ ഒക്കെ പണം കൈമാറാറുണ്ട്. പണത്തിന്റെ യഥാർത്ഥ ഉറവിടത്തെ ഒളിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി മുതൽ പണം അയക്കുന്ന അവസാനത്തെ യഥാർത്ഥ വ്യക്തിയോ സ്ഥാപനമോ ആരാണ് എന്ന്, അഥവാ അൾട്ടിമേറ്റ് ഡോണർ ആരാണ് എന്ന് NGOകൾ കൃത്യമായി വെളിപ്പെടുത്തേണ്ടി വരും. 3, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നിർബന്ധമാക്കിയെന്നതാണ്. വിദേശ ഫണ്ട് വാങ്ങുന്ന സംഘടനകൾ തങ്ങളുടെ എല്ലാ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെയും വിവരങ്ങളും, അതായത് യൂട്യൂബ്, ഫേസ്ബുക്ക്, എക്സ് തുടങ്ങിയവ സർക്കാരിന് സമർപ്പിക്കേണ്ടതാണ്. വിദേശ ഫണ്ട് വാങ്ങി രാജ്യവിരുദ്ധ ആശയങ്ങളും ആഖ്യാനങ്ങളും വ്യാജ വാർത്തകളും പ്രചരിപ്പിക്കുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഈ നീക്കം. ഇതെല്ലാം വളരെ അത്യാവശ്യമായ കാര്യമാണ് കേട്ടോ. ഇനി അടുത്തത്, വിദേശ പൗരന്മാർക്കുള്ള കർശന നിയന്ത്രണമാണ്. ഒരു സംഘടനയുടെ പ്രധാന ഭാരവാഹികളായിട്ട് അഥവാ കീ ഫംഗ്ഷണറി ആയിട്ട് വിദേശ പൗരന്മാരെ നിയമിക്കാൻ ഇനി പൊതുവെ അനുവാദമുണ്ടാവില്ല. പ്രത്യേക കേസുകളിൽ സർക്കാർ അനുവാദത്തോടെ മാത്രം ഇത് സാധിക്കും. സംഘടനയുടെ ഡയറക്ടർമാർ, ട്രസ്റ്റിമാർ, പാർട്ട്ണർമാർ എന്നിവരെല്ലാം കീ ഫംഗ്ഷണറി എന്ന പരിധിയിൽ കൊണ്ടുവന്ന് വ്യക്തിപരമായ ഉത്തരവാദിത്തം ഉറപ്പാക്കിയിട്ടുണ്ട്. മറ്റൊന്ന്, പ്രവർത്തന മേഖലയും ഫണ്ട് ഉപയോഗവും. അതായത് ഒരു NGO ഏത് സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഏത് കേന്ദ്രഭരണ പ്രദേശത്താണ് പ്രവർത്തിക്കുന്നത് എന്ന് കൃത്യമായി രജിസ്ട്രേഷനിൽ കാണിക്കണം. ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കണമെങ്കിൽ അധിക ഫീസ് നൽകേണ്ടതുണ്ട്. മറ്റൊന്ന്, ലഭിച്ച വിദേശ ഫണ്ടിന്റെ കുറഞ്ഞത് 75% കൃത്യമായി വിനിയോഗിച്ചു എന്ന് ഫീൽഡ് വെരിഫിക്കേഷനിലൂടെ ബോധ്യപ്പെട്ടാൽ മാത്രമേ അടുത്ത ഇൻസ്റ്റാൾമെന്റ് തുക റിലീസ് ചെയ്യുകയുള്ളൂ. അടുത്തത്, കഴിഞ്ഞ 2 സാമ്പത്തിക വർഷങ്ങളിൽ കുറഞ്ഞത് 10 ലക്ഷം രൂപയെങ്കിലും അനുവദിക്കപ്പെട്ട സാമൂഹിക കാര്യങ്ങൾക്കായിട്ട് ചെലവഴിച്ചിട്ടുള്ള സംഘടനകൾക്ക് മാത്രമേ ലൈസൻസ് പുതുക്കി നൽകൂ. നിലവില് FCRA ലൈസൻസ് ഉള്ള എല്ലാ സംഘടനകളും ഈ പുതിയ ചട്ടങ്ങൾ അനുസരിച്ച് തങ്ങൾ ഏത് മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്, ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് പ്രവർത്തനം തുടങ്ങിയ വിവരങ്ങൾ 1 വർഷത്തിനകം സർക്കാരിനെ അറിയിക്കേണ്ടതുണ്ട്. ചുരുക്കത്തിൽ, വിദേശത്ത് നിന്ന് വരുന്ന പണം ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയെയോ സമാധാനത്തെയോ സാമ്പത്തിക വളർച്ചയെയോ ബാധിക്കുന്നില്ല എന്നുറപ്പാക്കാൻ ഡിജിറ്റൽ യുഗത്തിനനുസരിച്ച് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന അതിശക്തമായ ഒരു സുരക്ഷാ കവചമാണ് ഈ പുതിയ FCRA ചട്ടങ്ങൾ. ലളിതമായി പറഞ്ഞാൽ, സത്പ്രവർത്തികൾ ചെയ്യുന്ന യഥാർത്ഥ NGOകൾക്ക് ഈ നിയമം ഒരു തടസ്സമല്ല. എന്നാൽ സന്നദ്ധ സേവനത്തിന്റെ മറവിൽ
വിദേശ പണം വാങ്ങി ഇന്ത്യയുടെ പരമാധികാരത്തെയും ആഭ്യന്തര സുരക്ഷയും സാമ്പത്തിക വളർച്ചയെയും തകർക്കാൻ ശ്രമിക്കുന്ന നിഴൽ സംഘടനകളെ വേരോടെ പിഴുതെറിയാനാണ് FCRA ഭേദഗതിയിലൂടെ നമുക്ക് കഴിയുക. ഇതിന്റെ ആവശ്യം എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ അയൽപക്കത്തടക്കമുള്ള മറ്റു പല രാജ്യങ്ങളിലേക്ക് ഒന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് പല NGOകളും പല മതസംഘടനകളുമൊക്കെ പല രാജ്യങ്ങളെയും തകർക്കാൻ പോലും ശ്രമിക്കുന്ന തരത്തിൽ വളർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ഇന്ത്യയുടെ കാര്യമല്ല പറയുന്നത്, നമ്മുടെ അയൽ രാജ്യങ്ങളിൽ തന്നെ. ഇപ്പോൾ ലോകത്ത് പല രാജ്യങ്ങൾ എടുത്തു നോക്കിയാൽ പലയിടങ്ങളിലും ഈ പ്രശ്നമുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ, ഇന്ത്യയുടെ അയൽ രാജ്യമായിട്ടുള്ള ശ്രീലങ്കയിൽ, ബംഗ്ലാദേശിൽ, പല രാജ്യങ്ങളിലും മതസംഘടനകൾ വലിയ രീതിയിൽ പിടിമുറുക്കാൻ ശ്രമിക്കാറുണ്ട്. പലപ്പോഴും ഇവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഭ്യന്തര വികസന പദ്ധതികൾ NGOകളെ ഉപയോഗിച്ചുകൊണ്ട് വിദേശ ശക്തികൾ അട്ടിമറിക്കാൻ ശ്രമിക്കാറുണ്ട്. വലിയ വികസന പദ്ധതികൾ, ഉദാഹരണത്തിന് പുതിയ ആണവ നിലയങ്ങൾ വരികയാണെങ്കിൽ, വൻകിട തുറമുഖങ്ങൾ വരികയാണെങ്കിൽ, ഫാക്ടറികൾ വരികയാണെങ്കിൽ, ഖനന പദ്ധതികൾ വരികയാണെങ്കിൽ ഉടനെ തന്നെ ഇതിനെ തടസ്സപ്പെടുത്താൻ പരിസ്ഥിതിവാദത്തിന്റെയോ മനുഷ്യാവകാശങ്ങളുടെയോ ഒക്കെ മറവില് പല സംഘടനകളും പ്രവർത്തിക്കാറുണ്ട്. ഇവർക്കൊക്കെ തന്നെ വിദേശത്ത് നിന്ന് ഇതിനു വേണ്ടിയുള്ള ഫണ്ട് ലഭിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുമുണ്ട്. വികസനം മുടക്കി ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച തളർത്തുക എന്നത് ഒരു ലക്ഷ്യമായിട്ട് കൊണ്ടു നടക്കുന്ന സംഘടനകളാണ് ഇവരിൽ പലരും. ഫണ്ടിന്റെ കൃത്യമായ റൂട്ട് പരിശോധിക്കുന്നതിലൂടെയാണ് ഈ അട്ടിമറി സാധ്യതകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പൊ നമ്മുടെ രാജ്യത്ത് അത്തരം ഒന്ന് ഇനി ഉണ്ടാവാതിരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഇത്തരം മുൻകരുതലുകൾ എടുക്കുന്നത്. എല്ലാ സംഘടനകളെയും അടച്ചാക്ഷേപിക്കുകയല്ല, പക്ഷേ പല ദുരുദ്ദേശമുള്ള സംഘടനകളും നമ്മുടെ നാട്ടിലും പ്രവർത്തിക്കുന്നുണ്ടാവും. നമ്മുടെ അയൽ രാജ്യങ്ങളിൽ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും ഒക്കെ അടക്കം നടക്കുന്ന മതപരിവർത്തനവും സാമൂഹിക അസ്ഥിരതയും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ചില സാംസ്കാരിക സാമൂഹിക സംഘടനകളുടെ പേരിൽ വരുന്ന ഫണ്ട് പല രാജ്യങ്ങളിലും ഉപയോഗിക്കുന്നത് നിർബന്ധിത മതപരിവർത്തനങ്ങൾക്കും അതുവഴി സാമൂഹികവും ജനസംഖ്യാപരവുമായിട്ടുള്ള സന്തുലിതാവസ്ഥ തെറ്റിക്കുന്നതിനുമൊക്കെയാണ്. നമ്മുടെ രാജ്യത്തും അത്തരം ശ്രമങ്ങൾ ഉണ്ടായേക്കാം. പുതിയ കർശനമായ ചട്ടങ്ങൾ വഴി അനുവദനീയമായ മതപരമായ കാര്യങ്ങൾ ചെയ്യാം, എന്നാൽ അത് മതപരിവർത്തന ലക്ഷ്യത്തോടെ ആകരുത് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഇതിലൂടെ ആഭ്യന്തര സമാധാനവും സാമുദായിക സൗഹാർദ്ദവും സംരക്ഷിക്കപ്പെടുകയാണ്. ചെറിയ സംഘടനകൾക്ക് ഫണ്ട് വകമാറ്റി നൽകുന്ന ഒരു രീതി നിരോധിച്ചതോടെ വിദേശ പണം കറങ്ങിത്തിരിഞ്ഞ് ഒടുവിൽ രാജ്യവിരുദ്ധ ശക്തികളുടെയോ തീവ്രവാദ ഗ്രൂപ്പുകളുടെയോ കൈകളിൽ ചെന്നെത്തുന്നത് പൂർണ്ണമായിട്ട് തടയാനും കഴിയും. ചുരുക്കത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള നിയമ ഭേദഗതിയാണ് FCRAയിലൂടെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.